അതെ, മുൻപൊരിക്കലേ ഞാനൊരു പൊന്നാനി സ്പെഷ്യൽ മുട്ടപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഇതേ മുട്ട സുർക്കയാണെന്ന്. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൽ നമ്മൾ മുട്ട കൂട്ടുന്നുണ്ട്, അതിൽ നമ്മൾ മുട്ട കൂട്ടുന്നില്ല. പക്ഷെ പൊന്നാനി സ്പെഷ്യലിൽ മുട്ടപ്പത്തിരി ഉണ്ടാക്കുമ്പോഴും അതും പല രീതിയിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്തതെന്ന് മാത്രം. അപ്പോഴേ ഇന്ന് നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ട സുർക്കയാണ് തയ്യാറാക്കുന്നത്. ഇതേ ചൂടോടുകൂടി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മാത്രമല്ല ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി, ഓ എൻ്റെ പൊന്നും ഒരു രക്ഷയുമില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോണ്ട്. അപ്പോഴേ എങ്ങനെയാണ് ഈ തലശ്ശേരി സ്പെഷ്യൽ മുട്ട സുർക്ക തയ്യാറാക്കുന്നത് നോക്കാമല്ലേ. അപ്പം ഇതിക്ക് 1 കപ്പ് പച്ചരിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതിലൊരു പുഴു പോകുന്നുണ്ട്, നിങ്ങളത് പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടാണ് കുതിർത്ത് വെച്ചേക്കുന്നത്. 3 മണിക്കൂറെങ്കിലും നമ്മൾ ഇത് കുതിർത്തെടുക്കണം കേട്ടോ. അതിനുശേഷം നല്ല പോലെ വെള്ളം വാർന്ന് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഇതിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറ് നല്ല ഹീപ്പായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഞാൻ വീണ്ടും പറയാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് മാത്രം ആദ്യം ചേർത്ത് അരച്ചെടുത്ത് നോക്കുക. വേണമെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ 1/4 കപ്പ് വെച്ചിട്ട് തന്നെ നിങ്ങൾ അരച്ചെടുക്കാം. ഇത് കണ്ടല്ലോ, ചെറിയൊരു തരിയുണ്ട്, അത്രയും ഉണ്ടാകാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ നല്ല പോലെ തന്നെ അരിഞ്ഞ് കിട്ടണം. അതൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ചെറിയൊരു ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാള, അതും കുഞ്ഞായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കുക. അതുപോലെ പച്ചമുളക്, പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വെള്ളം ചേർക്കുന്നതിൻ്റെ ആ ഒരു അളവ് പറഞ്ഞല്ലോ, അത് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വെജിറ്റബിൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഇറങ്ങി വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവിടെ 1/4 കപ്പ് എന്ന് തന്നെ പറഞ്ഞത്. വേണമെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. അത്രേ പാടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതങ്ങ് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക. ആദ്യം നിങ്ങൾ തവിട്ട് ഇളക്കാൻ പോകണ്ട, അത് താനെ അങ്ങ് പൊങ്ങി വരും കേട്ടോ. പൊങ്ങി വന്നതിന് ശേഷം മാത്രം നമ്മൾ കുറച്ച് നേരം അങ്ങനെ വെക്കുക. എന്നിട്ട് ആ ഭാഗം ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. എപ്പോഴും മാവ് ഒഴിക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്കോ ലോ ഫ്ലെയിമിലേക്കോ മാറ്റിയിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല ഇതുപോലെ വൈറ്റ് കളറിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. എനിക്ക് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് കേട്ടോ ഇഷ്ടം. കുറച്ചൊരു മുരിച്ചിലൊക്കെ ഉണ്ടാകുന്നത് ഒരു ടേസ്റ്റ് തന്നെയാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ കഴിക്കണം എന്നുള്ളത്. അപ്പോഴേ ഇതാണ് നമ്മുടെ തലശ്ശേരിക്കാരുടെ മുട്ട സുർക്ക കേട്ടോ. അപ്പോൾ ഓരോ ദേശത്തും ഓരോ രുചികളുണ്ട്. അത് ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് അറിയപ്പെടുന്നത് എന്ന് മാത്രം. അപ്പോഴേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യണം മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.